എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് സൂംബ ഡാൻസുമായി മുന്നോട്ടു പോകുവാൻ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി. എന്നാൽ ചില മത നേതാക്കൾ ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ സ്കൂളിലെ കായിക വിനോദങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നതെന്നും ഇത്തരം പദ്ധതികളെ എതിർക്കുന്നത് ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും അത് വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം വയ്ക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. വിദേശ പേക്കൂത്തുകൾ ഇന്ത്യൻ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുവാൻ അനുവദിക്കില്ല എന്ന് ചില മതമൗലിക നേതാക്കൾ പ്രസ്താവിച്ചിരുന്നു. സൂംബ ഡാൻസ് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീശനും കൂടുതൽ ചർച്ചകൾ വേണമെന്ന് പ്രസ്താവിച്ചിരുന്നു. സൂംബ ഡാൻസിനെ കുറിച്ച് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നും എതിരഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കേരളത്തിലെ സ്കൂളുകളിൽ കൊണ്ടുവരുന്ന സൂംബ ഡാൻസ് നല്ല എയറോബോട്ടിക്കുള്ള, നല്ല രീതിയിലുള്ള എക്സസൈസുകളെല്ലാം കിട്ടുന്ന ഒരു നൃത്തരൂപമാണ് എന്നുള്ളതിൽ എതിരഭിപ്രായമില്ല. എങ്കിലും അതിൽ പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളെ സംബന്ധിച്ചും എല്ലാം വളരെയധികം വിവാദങ്ങൾ ചില പ്രത്യേക സമുദായങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ഗവൺമെൻറ്റിനോട് പ്രത്യേകിച്ച് ചോദിക്കുവാനുള്ളത്, നമുക്ക് കേരളീയ രീതിയിലുള്ള ഡാൻസുകളില്ലേ? നമുക്ക് കുച്ചിപ്പുടിയുണ്ട്, ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്. അങ്ങനെ ഭാരതീയ സംസ്കാരത്തിലുള്ള ഡാൻസുകൾ പോരെ നമ്മുടെ സ്കൂളുകളിൽ? അതല്ലേ കുറച്ചുകൂടി നല്ലത്? എന്തിനു വേണ്ടിയാണ് വിദേശ ഡാൻസുകളെ കേരളത്തിലെ സ്കൂളുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? നമുക്ക് നമ്മുടേതായ ഒരു പൈതൃകമുണ്ട്, സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിലുള്ള ഡാൻസുകൾ പോരെ നമുക്ക്? അത് കേരളീയ രീതിയിലുള്ള കുച്ചിപ്പുടിയുണ്ട്, മോഹിനിയാട്ടമുണ്ട്, ഭരതനാട്യമുണ്ട്. അങ്ങനെ ഭാരതത്തിൻ്റെ പൈതൃകമേറുന്ന ഡാൻസുകളിൽ ഏതെങ്കിലും ഒന്ന് പോരെ എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ പല രക്ഷിതാക്കളും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവയ്ക്കൊന്നുമില്ലാത്ത ഒരു മുൻഗണന സൂംബയ്ക്ക് സർക്കാർ കൊടുക്കുന്നത് എന്നാണ് തനിനാടൻ ന്യൂസിനും സർക്കാരിനോട് ചോദിക്കുവാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സൂംബയാണോ നല്ലത്, അതോ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിങ്ങനെയുള്ള ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ തനത് നൃത്തരൂപങ്ങളാണോ നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ വേണ്ടത്? എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റുകൾ രേഖപ്പെടുത്തണേ. നന്ദി, താങ്ക് യു, നമസ്കാരം.